കഥ വീണ്ടും തുടർച്ചയിലേക്ക്. മാലാഖമ്മേ, മാപ്പിരക്കാൻ പോലും അർഹനല്ല. കണ്ണീരിൽ കുതിർന്ന അവന്റെ കഴുതമുഖം. എന്നോട് ക്ഷമിക്കൂ ചങ്ങാതി, ഞാനല്ലേ നിന്നെ അവസ്ഥയിലാക്കിയത്. ഈർക്കിൽക്കുട്ടന് സങ്കടം വന്നു. നീ മാത്രമല്ല, ഞാനും കാരണക്കാരനാണ്. കുഞ്ഞൂട്ടന് ചങ്ങാതിയോട് നേരത്തെ തോന്നിയ ദേഷ്യം പെട്ടെന്ന് അലിഞ്ഞില്ലാതായി. പെട്ടെന്ന് വാതിലിൽ ആരോ മുട്ടി. തങ്ങളെ കഴുതരൂപത്തിൽ മറ്റൊരാൾ കാണുന്നതിലെ ജാള്യതയോടെ അവർ അനങ്ങാതെ നിന്നു. കഴുതവണ്ടിക്കാരനെ കുറിച്ചുള്ള കുഞ്ഞൂട്ടന്റെയും ഈർക്കിളിക്കുട്ടന്റെയും ധാരണകളിൽ പാടെ തെറ്റിയിരുന്നു. അയാളുടെ സൗമ്യഭാവം പുറത്തു മാത്രമാണെന്ന് പക്ഷെ അവരറിയാൻ വൈകി. അവർ വാതിൽ തുറക്കാൻ മടിച്ചു നിന്നപ്പോൾ കഴുതവണ്ടിക്കാരന് ക്ഷമ കെട്ടു. അയാൾ വാതിൽ ചവിട്ടി തുറന്നു അകത്തെത്തി. കഴുതരൂപത്തിൽ നിൽക്കുന്ന കുഞ്ഞൂട്ടനെയും ഈർക്കിളിക്കുട്ടനെയും കണ്ട് അയാളുടെ മുഖം തെളിഞ്ഞു. ഓ, മുഴുവനായും കഴുതകളായി കഴിഞ്ഞു ഇവർ. ഒത്ത തടിയും പൊക്കമുള്ള ഇവർക്ക് ചന്തയിൽ നല്ല വില കിട്ടും. അയാൾ പിറുപിറുക്കുന്നത് കുഞ്ഞൂട്ടൻ കേട്ടു. കുട്ടികളെ കളിനാടിന്റെ കൗതുക കഥകൾ പറഞ്ഞ് പ്രലോഭിച്ച് കൊണ്ടുവരിക അയാളുടെ പതിവായിരുന്നു. അവിടെ എത്തിയാൽ കുട്ടികൾ മറ്റെല്ലാം മറന്ന് പലതരം കളികളിൽ മുഴുകും. ഏതാനും മാസങ്ങൾക്കകം അവർക്ക് കഴുതച്ചെവിയും രോമവും വാലും മുളച്ച് കഴുതകളാവും. അത്തരം കഴുതക്കുട്ടികളെ നന്നായി അണിയിച്ചൊരുക്കി ചന്തയിൽ കൊണ്ടുപോയി വിലപേശി വിൽക്കും. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഈ കള്ളക്കളി. ഇതിനകം അസംഖ്യം തുക അയാൾ സമ്പാദിച്ചു കഴിഞ്ഞിരുന്നു. കുഞ്ഞൂട്ടൻ ശരിക്കും സങ്കടം വന്നു. രോമങ്ങൾ ചീകിയൊതുക്കി കഴുത്തിൽ വർണ്ണത്തുണി ചുറ്റി കഴുതവണ്ടിക്കാരൻ അവനെയും ചങ്ങാതിയെയും കൂട്ടി പുറത്തിറങ്ങി. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവനൊരു കഴുതച്ചന്തയിലെത്തി. കുഞ്ഞൂട്ടനെയും ഈർക്കിളിക്കുട്ടനെയും അടുത്തു നിർത്തി അയാൾ വിളിച്ചു കൂവി. ഇതാ ലക്ഷണമൊത്ത 2 കഴുതക്കുട്ടന്മാർ. നല്ല തടിമെടുക്കും ബുദ്ധിയുമുള്ളവർ. എന്ത് ജോലിയും ചെയ്യും. ഏത് ചുമടുമെടുക്കും. ഇത്തിരി വൈക്കോലോ കഞ്ഞിയോ കൊടുത്താൽ മതി. ന്യായവില മാത്രം. ആവശ്യക്കാർ കടന്നു വരൂ. കഴുതവണ്ടിക്കാരനെ പിൻകാലുകൊണ്ട് തൊഴിച്ച് തെറിപ്പിക്കാനുള്ള ദേഷ്യമാണ് കുഞ്ഞൂട്ടനുണ്ടായത്. എന്നാൽ അതത്ര പന്തിയല്ല എന്ന് തോന്നിയതന്നെ അവൻ അടങ്ങി. ഇതിനെന്താ വില? കുഞ്ഞൂട്ടനെ ചൂണ്ടി ഒരു കർഷകൻ ചോദിച്ചു. 20 നാണയം, ഒട്ടും കുറയില്ല. നിങ്ങൾക്ക് നഷ്ടമാവില്ല, അയാൾ തീർത്തും പറഞ്ഞു. ഇതിനോ? ഈർക്കിളിക്കുട്ടനെ നോക്കി ചോദ്യം ആവർത്തിച്ചു. ഇവന്റെ അത്രയും എടുക്കില്ല, എന്നാലും നല്ല പണിയെടുക്കും. 10 നാണയം തന്നാ മതി, അയാൾ മറുപടി നൽകി. എനിക്കിവനെ മതി. കർഷകൻ പണം എണ്ണിക്കൊടുത്ത് ഈർക്കിളിക്കുട്ടനെ വാങ്ങി. അയാൾ അവനെയും കൊണ്ട് നടക്കാൻ ഭാവിച്ചു. അവൻ ദയനീയമായി കരഞ്ഞുകൊണ്ട് കുഞ്ഞൂട്ടന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞാൻ പോട്ടെ ചങ്ങാതി.